പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? പ്രത്യേകിച്ച് അവൻ റഹ്മാനും റഹീമുമാണെങ്കിൽ, അർഹമുർ റഹീമാണെങ്കിൽ, ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണെങ്കിൽ, എന്നിത്യാദി ചോദ്യങ്ങൾ പല രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. അതിന് വളരെ സിമ്പിളായി നമുക്ക് പറയാൻ പറ്റുന്ന മറുപടിയാണ്. ആരും മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഭയങ്കര ഗഹനമായൊരു വിഷയമൊന്നുമല്ല. നമുക്കറിയുന്നത് തന്നെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ശരിക്ക് ഈ പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയുമ്പോഴും എന്തിനേറെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും പറയുമ്പോൾ നമ്മൾ അതൊക്കെ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് വെച്ചാൽ അവരൊക്കെ നമ്മുടെ നിലവാരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ചിന്തിക്കുന്നതാണ് പ്രശ്നം. അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ ഒരു സ്ഥാനത്തേക്ക്, ഒന്നുകിൽ നമ്മളൊരു പ്രപഞ്ചത്തിന് സൃഷ്ടാവാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ദൂതരാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലൊന്ന് മാറ്റി അങ്ങോട്ട് ചിന്തിച്ചാൽ തന്നെ ഒട്ടുമിക്ക സംശയങ്ങളുടെയും മറുപടിയാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു സംഭവം, പ്രപഞ്ചത്തെ സൃഷ്ടാവാകുന്ന സമയത്ത് ആരാവട്ടെ പേരെന്ത് വിളിക്കട്ടെ, നമ്മൾ അല്ലാഹു എന്ന് വിളിക്കുന്നു. ആ സൃഷ്ടാവിന് നന്മ തിന്മ എന്ന് പറയുന്ന, ഖൈറ് ഷെറ് എന്ന് പറയുന്ന രണ്ട് വിധം കാര്യങ്ങളെ ഉണ്ടാവുകയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖൈറ് ഷെറ് എന്നതിന് ഞാൻ ഇവിടെ രണ്ടർത്ഥങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഖൈറ് ഷെറ് എന്ന് പറയുമ്പോൾ ഒരർത്ഥം നമ്മളൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഗുണകരമായത്, നമുക്ക് പ്രയാസം ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങൾ. ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമായത്, ഷെർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമുള്ളത്. ഇങ്ങനെ പടച്ചവനൊരു കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും, അവൻ എങ്ങനെ ഇവിടെ നടത്തിയാലും അതൊന്നും അതുകൊണ്ട് യാതൊരു ഉപകാരവും പ്രപഞ്ച സൃഷ്ടാവിനുണ്ടാവുകയില്ല. നടന്നതുകൊണ്ടോ നടക്കാത്തത് കൊണ്ടോ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. ഖൈറ് ഷെറ് എന്നത് ആ അർത്ഥത്തിൽ പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാവുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണെങ്കിൽ അവനെല്ലാം സമ്പൂർണ്ണനായിരിക്കും. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ? ഇല്ല എന്നാണ് നമ്മുടെ ബുദ്ധിയും പറയുന്നത്, ഇസ്ലാമും പറയുന്നത് അതാണ്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ആലി ഇമ്രാനിലെ 97-ാമത്തെ ആയത്ത്. അങ്ങനെ തെളിവൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വിശ്വാസം തന്നെ അതാണ്. വഖായിമുൻ ഗനി, നമ്മുടെ അഖീദൻ്റെ കിതാബുകളൊക്കെ കാണും. അവന് ആലമീങ്ങളുടെ ആവശ്യമില്ല. പ്രപഞ്ചത്തിൽപ്പെട്ട ഒരു വസ്തുവിൻ്റെയും ഒരു വിഭാഗത്തിൻ്റെയും ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ലാത്തവനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലമീൻ അഥവാ പ്രപഞ്ചങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവാനും പടച്ചവന് ഇത്ര വലിയ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടായി കിട്ടിയാൽ ഇങ്ങനെ ആസ്വദിക്കുക എന്നോ അങ്ങനെയല്ല. ഉണ്ടായതുകൊണ്ട് പ്രയാസമുണ്ടോ? അതുമില്ല. ഇല്ലാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാവണമെന്നും അവന് ഒരു സുഖകരമായ കാര്യമോ ദുഃഖമുണ്ടാക്കുന്ന കാര്യമല്ല, ഇല്ലാതെയാകുന്നതും അങ്ങനെയല്ല. രണ്ടിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ആലമീൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകൽ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇല്ലാതേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രപഞ്ചത്തെ എന്തിനാ പടച്ചത് എന്ന് ചോദിക്കുന്നു. പടക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് പടച്ചില്ല എന്ന് ചോദിക്കുന്നു. ഒരുപോലെയാണ്. അവൻ പടക്കലും പടക്കാതിരിക്കലൊക്കെ സെയിം. അതുകൊണ്ട് അവനൊരു ഗുണമല്ല, അതുകൊണ്ട് ദോഷമല്ല. പക്ഷെ പടച്ചതിൻ്റെ ഉള്ളിൽ ഹിക്മത്ത് ഉണ്ടാവും. അതുവേ, അത് ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. അതിനാണ് പടച്ചിട്ടുണ്ടാവുക. പക്ഷേ അതുകൊണ്ട് അവനെന്തില്ല, ഒരു ഗുണോ ദോഷമൊന്നുമില്ല. ഉണ്ടാവുന്നത് കൊണ്ടും ഗുണമല്ല, ഇല്ലാതെയാവുന്നത് കൊണ്ടും ഗുണമില്ല. ഇത് നമ്മുടെ അഖീദയല്ലേ. മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഖൈറ് ഷെറ് എന്ന് പറഞ്ഞാൽ, ഖൈറ് ഷെറ് എന്ന് പദം അതിനുപയോഗിക്കോ എന്നറിഞ്ഞൂടെ. നന്മ തിന്മ എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ്? അവന് അനുവദനീയമായത്, അവന് ചെയ്യാൻ പറ്റുന്ന, ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അതിൻ്റെ മേൽ അപകടം വരും. ആരെയും പിടിച്ച് ശിക്ഷിക്കുകയോ ചെവി പിടിക്കുകയോ ചെയ്യും. അല്ല, ചെവി പിടിക്കാത്തത് അനുവദനീയം, ആരോ അനുവദിക്കാത്തത്. ഇങ്ങനെ രണ്ട് ലിസ്റ്റും പ്രപഞ്ച സൃഷ്ടാവിനുണ്ടാവുകയില്ല. പ്രപഞ്ച സൃഷ്ടാവാകുമ്പോൾ അവൻ ഏകനായിരിക്കണമെന്നുകൂടി നമുക്ക് തെളിഞ്ഞു കിടക്കുകയാണ്, തെളിവ് പറയാവുന്നതുമാണ്.
അപ്പം അങ്ങനെയുള്ള ഏകനായ തത്തുല്യമായ ആളില്ലാത്ത, മുകളിൽ ആളില്ലാത്ത, മുഴുവനും അവൻ പടച്ചതാവുന്ന സമയത്ത് ഇവർ എഴുതി കൊടുത്ത നിയമങ്ങളൊന്നും അവൻ പാലിക്കണം എന്ന് എന്ത് നിർബന്ധം? നമുക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാമെന്നല്ലാതെ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ അവൻ എന്തുണ്ടാവില്ല, അനുവദിക്കപ്പെട്ട ഒരു ലിസ്റ്റ്, വിരോധിക്കപ്പെട്ട മറ്റൊരു ലിസ്റ്റ്, അങ്ങനെ 2 ലിസ്റ്റ് ഉണ്ടാവുകയില്ല. ഈ അർത്ഥത്തിലും ഖൈറു ഷർറ് എന്ന് പറയാമെന്നുള്ളതൊന്നും കൂടി ചിന്തിക്കണം. നന്മ തിന്മ എന്നും പറയുന്ന സംഭവം ആർക്കുണ്ടാവില്ല? പ്രപഞ്ച സൃഷ്ടാവിനുണ്ടാവുകയില്ല. അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള നമ്മളൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഇല്ല, എന്നിട്ടും നമ്മൾ വാദിക്കാറ് എന്താണ്? നമുക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യം വേണം, ഒരാളുടെ കീഴിലൊന്നും നിൽക്കാനാവില്ല, അവൻ പറഞ്ഞ് കേൾക്കാനാവില്ല എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. ആ സ്വാതന്ത്ര്യം പടച്ചവനെങ്കിലും ഉണ്ടാകുമെന്ന് ഒരാൾക്ക് തിരിച്ചറിഞ്ഞാൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പ്രപഞ്ചത്തെ പടച്ച് കുടുങ്ങി താങ്ങി നിർത്തണം, അങ്ങനെ കുടുങ്ങി നിൽക്കുന്നവനല്ല അവനെ. ഓൻ തോന്നുകയാണെങ്കിൽ പടക്കാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം, ഒരാളോട് ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായതും അത് നിലനിൽക്കുന്നതും അവനെ കൊണ്ടാണ്. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ പടച്ചിട്ട് പിന്നെ വേറൊന്ന് പടക്കാൻ പോയി അങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് മെയിൻറ്റ് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണെന്ന അല്ല. ഈ ലൈറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഓരോ സെക്കൻഡിലും ആ ബൾബിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ ഇപ്പോൾ എല്ലാ റൂമിൽ ഫുൾ ലൈറ്റ് ആയില്ലേ, എന്നാൽ പിന്നെ സ്വിച്ച് ഓഫ് ആക്കുക, സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇരുട്ടായി മാറും. അപ്പോൾ ഇതിനെ ഈ ലൈറ്റ് ഈ റൂമിൽ പ്രകാശം നൽകിയതും അതിനിപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ബൾബുകളാണ് എന്ന് ഭൗതികമായി പറയുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഒന്നും കൂടെ വിശദമായ രീതിയിൽ ഖയ്യൂമ് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ തൗഖുദുഹു സിനത്തും വലാ നൗം, ഒന്നും ഉറങ്ങുക പോലും ചെയ്യൂല. ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തൂങ്ങി ഉറങ്ങി എന്ന് വെക്കുക. എന്നാൽ അവിടെ പ്രപഞ്ചം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന പലരും വിചാരിക്കുന്ന അല്ല, ഈ പ്രപഞ്ചം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പടച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ താങ്ങി നിർത്തണമെന്നോ, ഒരാൾക്ക് ഒരു കാഴ്ച കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് സ്ഥിരം മരിക്കുവോളം നിലനിർത്തണമെന്നോ, ഒരാൾക്ക് ജീവൻ നൽകി എന്നുള്ളത് കൊണ്ട് അയാളെ കൊല്ലാൻ പാടില്ല എന്നോ അതൊന്നുമില്ല. അവൻ്റെ ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അങ്ങനെയായിരിക്കും അവൻ്റെ പൂർണ്ണ അധികാരത്തിലുള്ള വസ്തുവാകുന്ന സമയത്ത് സംഭവിക്കുക എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ, 2 ലിസ്റ്റ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഗുണമുള്ളത് ദോഷമുള്ളത്, അവന് ചെയ്യാൻ പറ്റുന്നത്, അനുവദിക്കപ്പെട്ടത് അനുവദിക്കപ്പെടാത്തത് എന്ന അർത്ഥത്തിലൊന്നും നന്മ തിന്മ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഈ പ്രപഞ്ചം ഉണ്ടാവേണ്ട ആവശ്യവും അവനില്ല, ഇല്ലാതിരിക്കേണ്ട ആവശ്യമല്ല. അവൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ ഉണ്ടാക്കാം, ഇല്ലാതെയാക്കണം തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാം. അതിൽ ഉണ്ടാക്കണം തീരുമാനിച്ചു, എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇഷ്ടം ചെയ്തു. ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്നും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ആരെങ്കിലും ചോദിക്കാം ഉണ്ടെങ്കിൽ. അത്ര അതേ സെയിം ചോദ്യമാണ് ആ ചോദ്യം. അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണ രൂപം പ്രപഞ്ച സൃഷ്ടാവിന് എന്തായാലും ഉണ്ടാവും. രണ്ടാമതായി പറയാനുള്ളത്, അതേ സ്ഥാനത്ത് നമുക്ക് ഗുണകരമായതുകൊണ്ട് ദോഷമായതുകൊണ്ട്. അത് മനുഷ്യരാണെങ്കിലും സൃഷ്ടികൾ എടുക്കുകയാണെങ്കിലും പ്രപഞ്ചം എടുക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ പോകും. മനുഷ്യരുടേത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഖൈറുണ്ട് ഷെറുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ അഖീദയിലെ വളരെ പ്രധാനപ്പെട്ട, ഇതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കുക. തുരുതുരാ ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ ഒറ്റ സാധനം വെച്ച് ഇങ്ങനെ അടിച്ചു മാറ്റുമ്പോഴാണ് അതിവിടെ വരുന്നില്ല, ഇവിടെ ഏൽക്കുന്നില്ല, അത് നിങ്ങൾ മറ്റൊരോട് എന്ന് പറഞ്ഞോളൂ, അങ്ങനെ പറയുന്നവരോട് ചെന്ന് പറഞ്ഞോളൂ എന്ന് പറയാം. ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ ചെറിയൊരു വിഭാഗം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. മറ്റു മതക്കാരുണ്ട് സ്നേഹം മാത്രമെന്നൊക്കെ പറയുന്ന ആളുകൾ. അവരോട് ചെന്ന് ചോദിച്ചോളൂ, നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് നമുക്ക് ഗുണകരമായതാവട്ടെ, ബുദ്ധിമുട്ടുള്ളതാവട്ടെ, പ്രപഞ്ചത്തിന് നന്മയാവട്ടെ, അതിന് ഉപദ്രവമുള്ളതാവട്ടെ, എന്തും ഇവിടെ നിർമ്മിക്കുന്നതും പടക്കുന്നതും പ്രപഞ്ച സൃഷ്ടാവാണ്. അല്ലാതെ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് ഇങ്ങനെ ഓടി വന്ന് രക്ഷിക്കാൻ മാത്രമുള്ള ആളല്ല നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കും തെളിയിക്കാനും സാധിക്കും. നമ്മൾ അതിലേക്കല്ല ഇപ്പോൾ കിടക്കുന്നത്, നമ്മൾ വിഷയം അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ദൈവം എവിടെ പോയി? ആ ദുരന്തം ഉണ്ടാക്കിയതവനാ, അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. അപ്പോൾ അവനവിടെ നമ്മൾ കാണുന്നു. പിന്നെ എന്തുകൊണ്ടുണ്ടാക്കി അതിലേക്ക് നമ്മൾ പിന്നീട് കടക്കാം. എന്തിനേറെ ഫലസ്തീനിലുള്ള ആ വിഷയങ്ങളുടെ വരെ പൂർണ്ണമായി കൺട്രോൾ യഥാർത്ഥത്തിൽ ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നടന്നു? അപ്പോൾ മനുഷ്യൻ എങ്ങനെ ഉത്തരവാദിയാകും എന്നൊക്കെ പറഞ്ഞ് ഖദറും ഖലാവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയാണ്. സമയമുണ്ടെങ്കിൽ അതിൻ്റെയും ചെറിയ രീതിയിലുള്ള മറുപടി നമ്മൾ പറയും. ഇപ്പം അതല്ല പറയുന്നത്. അപ്പോൾ ഈ ദുരന്ത മുഖങ്ങളിൽ എവിടെ ദൈവത്തെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നവർ വിചാരിക്കുന്നത് നമുക്ക് അപകടം വരുത്തുന്നത് മറ്റാരോ ആണ്, അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ ചില കാരണങ്ങളെ കൊണ്ടാണ്. അതിലൊന്നും പടച്ചവന് യാതൊരു നിയന്ത്രണമോ ഒന്നുമില്ല.
പക്ഷെ അവിടെയൊക്കെ രക്ഷിക്കാൻ വരേണ്ടവനാണ് ദൈവം. അത് വരുന്നില്ലെങ്കിൽ നമുക്ക് അവനെ വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ദൈവസങ്കല്പം. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ബുദ്ധിപരമായ നമ്മൾ ചിന്തിക്കുന്ന സമയത്തും മനസ്സിലാക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഞാൻ ഒരൊറ്റ ആയത്തൊക്കെ ഒരു പൊട്ടും പൊടിയൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ വിശ്വാസം ഇത് തന്നെയാണെന്ന്. ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുമ്പോൾ സർവവും തീരുമാനിക്കുന്നതും അതിനെ നടപ്പിലാക്കുന്നതും അള്ളാഹുവാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണുന്നതിൽ 6ാമത്തെ വിശ്വാസമാണ് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്ന് നമ്മൾ പറയും. ഖൈറും ഷെറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖൈറും ഷെറാ പറഞ്ഞു കേട്ടോ. നമുക്ക് ഉപകാരമുള്ളത് ഉപദ്രവമുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു. അത് നമ്മൾ അറിയാം, മറ്റു ജീവികൾക്കാകാം, അങ്ങനെയൊക്കെ വിശാലമായി നമുക്ക് കൊണ്ടുപോകാം. ഇത് മുഴുവനും അങ്ങനെ നടക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ആരാണ്? യഥാർത്ഥത്തിൽ അതാണ് പ്രപഞ്ച സൃഷ്ടാവാണ്. അവൻ വിചാരിച്ചില്ലെങ്കിൽ നടക്കൂല. അപ്പം അവനത് നടത്തുന്നത്. അപ്പം പിന്നെ അവൻ എവിടെയെന്ന് വെച്ചാൽ മനുഷ്യർ നിസ്സഹായം. വിശ്വാസികളൊക്കെ അതാണ്. ഇങ്ങനത്തെ സംഭവം നടക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ എത്രത്തോളം വലുതാണ്. പടച്ചോൻ വിചാരിച്ചാൽ ഇത്ര ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അവിടെ പടച്ചോൻ്റെ സാന്നിധ്യം കാണാതിരിക്കല്ല ചെയ്യുന്നത്, നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. വഖലഖ കുല്ല ശൈ. ഇങ്ങനെ നിരവധി ആയത്തുകൾ നമ്മൾ പറയും. തെളിവുകളിലേക്ക് നമുക്ക് പോകേണ്ട, കാരണം ഇതിലൊന്നും തർക്ക വിഷയം പോലുമല്ല. നമ്മുടെ ഇടയിൽ ഒരു സംശയം പോലും ഇല്ലാത്ത നമ്മുടെ വിശ്വാസം അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട സംഭവമാണ്. സർവവും പടക്കുന്ന അള്ളാഹുവാണ്, സർവവും തീരുമാനിക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. മനുഷ്യരിൽ നടക്കുന്ന കർമ്മങ്ങളുടെ വരെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്. അത് നമുക്ക് തെളിയിക്കാനും സാധിക്കും. അങ്ങനെ ആയിട്ടും മനുഷ്യൻ എങ്ങനെ പിന്നെ അവൻ്റെ കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാകുന്നു, ഇസ്രായേൽ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു എന്നതിൻ്റെ മറുപടിയും നമുക്ക് പറയാനറിയും. ഒന്നും പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ എല്ലാം ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വരാം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ ആവർത്തിക്കുന്നില്ല, വീണ്ടും കേൾക്കാനുള്ള അവസരം കൂടി ഉണ്ടല്ലോ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താലും നമ്മൾ പറയും 41 സിഫത്ത് പറയുന്ന കൂട്ടത്തിൽ അവസാനത്തെ സിഫത്തായി കൂടി പറയുന്നൊരു സംഭവമാണേത്? ജായിസ. അല്ലാഹുവിൻ്റെ ജായിസായ സിഫത്ത് വജായിസും ബി ഫളിഹി വ അദ്ലിഹി തർക്കുല്ലി കുല്ലി മുംകിനിൻ കാഫിഇലിഹി. സംഭവ്യമായ എന്ത് കാര്യവും അവന് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അതൊക്കെ അനുവദനീയമാണ്. നമുക്ക് ഗുണകരമായത് ചെയ്താൽ അതവൻ്റെ ഔദാര്യമാണ്. അതേ സ്ഥാനത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്തത് എങ്കിൽ അതൊരിക്കലും അനീതിയല്ല, അതെന്താണ്? നീതിയാണ്. ഈ അവസാനം പറഞ്ഞ സംഭവമാണ് ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞത്. അവൻ എന്ത് ചെയ്താലും അത് അക്രമം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾ ഇതൊക്കെ പടച്ചവനാണ് ചെയ്യുന്നതെങ്കിൽ അവൻ വളരെ ക്രൂരനല്ലേ, അനീതിയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പം നീതിയുടെ പല അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകും. 1-2 അർത്ഥങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അനീതി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു അർത്ഥം പറയും, തുല്യാവകാശമുള്ളവർക്കിടയിൽ വിവേചനം നടത്തുന്നതിനെക്കുറിച്ച് അനീതി എന്ന് പറയും. പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ എന്ത് അവകാശമാണ് സൃഷ്ടികൾക്ക് ഉണ്ടാവുക? ഒരവകാശമല്ല. എന്നുവെച്ചാൽ തുല്യ അവകാശം ഉണ്ടായാലല്ലേ തുല്യാവകാശം എന്ന് പറയാൻ പറ്റും. പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊള്ള നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു തരേണ്ട ബാധ്യത അല്ലെങ്കിൽ നമുക്കൊരവകാശം ഇല്ല. അവൻ ചെയ്തു എന്നൊക്കെ അൽഹംദുലില്ലാഹ് സ്വീകരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് ഈ അർത്ഥത്തിൽ അനീതി എന്ന് പറയാൻ പറ്റുകയില്ല. ഇതൊക്കെ ശരിയല്ലേ? കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടത് സത്യമാകണമെന്ന് വിചാരിക്കരുത്. സത്യത്തെ ഇഷ്ടപ്പെടാൻ നമ്മൾ ശീലിക്കണം. അപ്പം അതുകൊണ്ട് മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ അതിലെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അവകാശത്തിലുള്ള വസ്തുവിനെ അവൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ അർത്ഥം പറയും, പല അർത്ഥങ്ങൾ പറയും. ഓരോന്ന് ഫിറ്റാകില്ലേ നോക്കി ആ ആശയത്തിലേക്കാണ് നോക്കേണ്ടത്, പദത്തിലേക്കല്ല. അപ്പം ആ അർത്ഥത്തിലും ഇത് അനീതി എന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റൊരാളുടെ ഉടമാവകാശം ഉള്ളതിൽ അയാളുടെ അനുവാദമല്ലാതെ കൈകാര്യം ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തിൽ എന്താണ് പടച്ചോൻ്റെതല്ലാത്തതുള്ളത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടക്കുകയും ഓരോ സെക്കൻഡിലും നിയന്ത്രിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന സൃഷ്ടാവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം എന്തില്ല, മറ്റൊരാളുടെ അധികാരത്തിലുള്ളത് അവൻ്റെ അനുവാദമല്ലാതെ കൈകാര്യം ചെയ്യാൻ പരിപാടിയെ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിലും അക്രമം എന്ന് പറയാൻ പറ്റുകയില്ല, അനീതി എന്ന് പറയാൻ പറ്റില്ല, ക്രൂരത എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരാൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടേതൊക്കെ സാമ്യതപ്പെടുത്തി പറയുമ്പോൾ അതിലൊക്കെ ആസിഡ് വെച്ച് ക്ലീൻ ചെയ്യാൻ കുറേ ഉണ്ടാവും. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ നമ്മളുമായി സമാനപ്പെടുത്തി പറയുമ്പോൾ ലൈസക്ക മിഥിലിഹി ഷൈ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയൊരു വിശ്വാസം കൊണ്ട് അത് ക്ലീൻ ചെയ്യാണ്ടാവും. എന്നാലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്.
നമ്മുടെ ഉടമാവകാശത്തിലുള്ള വസ്തുക്കൾ, ഞാനിപ്പോൾ ഒരാൾക്ക് എൻ്റെ അടുത്ത് ഒരു 1,00,000 രൂപ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇദ്ദേഹത്തിന് ഞാൻ ഫ്രീ ആയിട്ട് അയാൾക്ക് എന്തോ ആവശ്യം ഉണ്ടായിട്ടായിക്കോട്ടെ, ഞാനൊരു 10,000 രൂപ കൊടുത്തു. പക്ഷെ ആ 10,000 രൂപ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഇനിയൊരു 10,000 കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊടുക്കണമെന്നുണ്ടോ? അത് വേണമെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഒരാൾക്ക് ജീവൻ നൽകി എന്ന് കരുതിയിട്ട് നിലനിർത്തണം നിർബന്ധമൊന്നുമില്ല. ഏത് പ്രായത്തിലും ഏത് രീതിയിലും എടുത്തു കളയാം. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാണ്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു, ഇപ്പോൾ റഹ്മാൻ റഹീം എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. അള്ളാഹു വലിയ കാരുണ്യവാനാണെന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ രക്ഷിതാവാണ്, റബ്ബുൽ ആലമീനാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ ഇത് യോജിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നേരത്തെ തൊടുത്തു വിട്ടിരുന്നു. ഒന്നും കൂടി അതിനെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും ഒന്നും കൂടെ അത് അഡ്രസ്സ് ചെയ്യാണ്. അള്ളാഹു കാരുണ്യവാനാണ് അല്ലെങ്കിൽ റബ്ബുൽ ആലമീനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് എന്തെല്ലാം ഇവിടെ ലഭിച്ചിട്ടുണ്ടോ, എന്തെല്ലാം രക്ഷകൾ ലഭിച്ചിട്ടുണ്ടോ, എന്തൊക്കെ കരുണകൾ ലഭിച്ചിട്ടുണ്ടോ, അത് മുഴുവനും നൽകിയത് അതിൻ്റെ ദാതാവ് അള്ളാഹുവാണെന്ന് മാത്രം. അതല്ലാതെ കരുണ ഉള്ളത് മാത്രം, ഏതൊരു വ്യക്തിക്കും ഉപകാരമുള്ളത് മാത്രമേ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുണ്ടാകൂ. അത് മനുഷ്യരാവട്ടെ, മനുഷ്യേതര ജീവികളോ നിർജീവികളോ ആവട്ടെ, അവകൾക്ക് ഏതൊരു വസ്തുവിനും ഗുണകരമായത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്നുള്ള അർത്ഥം അതിനില്ല. ആർക്കൊക്കെ എന്തൊക്കെ കാരുണ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവനും നൽകിയ ആൾ ആരാണ്? പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റാരും ഒന്നും നൽകുന്നില്ല. ശർക്ക് മറ്റൊരു ചോദ്യത്തിൻ്റെ മറുപടി കൂടി ഞാൻ സൂചിപ്പിക്കുക. അർഹമുർ റാഹിമീൻ എന്ന് പറയാൻ ഒരുപാട് റാഹിമീങ്ങൾ ഉണ്ടാവണമെന്നില്ല, സാധ്യതകൾ ഉണ്ടായാൽ മതി. ആർക്കൊക്കെ ഏതെല്ലാം തരത്തിലുള്ള റഹ്മത്ത് ചെയ്യാൻ സാധിക്കുമോ ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ച റാഹിം. അപ്പോൾ റഹ്മത്ത് റാഹിമാകാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ടോ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നവനാണ് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരാളെ രോഗി എന്തെങ്കിലും ഒരു വീൽ ചെയർ കൊടുത്ത് സഹായിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ഭയങ്കര കരുണയുള്ള ആളെന്ന് പറയും. അതിൻ്റെ അർത്ഥം പോലും എന്തല്ല, അയാളിന് കാരുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഒരു ജീവി അർത്ഥമായിരിക്കും അയാൾ ഇവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ആ ജീവിയോട് കാരുണ്യം കാണിച്ചോ? ഭൗതികമായി മാത്രം ഞാൻ പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒക്കെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെതാണ്. ഓൻ പറഞ്ഞ് നമ്മൾ ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ? അനുവദിച്ച് ചെയ്യുന്നതിന് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരുടെ റൂഹ് പിടിക്കുന്നു, അത് അവരെ ഏൽപ്പിച്ച പണി അദ്ദേഹം ചെയ്യുന്നു, അവർ ചെയ്യുന്നു എന്ന് മാത്രമാണ്. അതൊന്നും കാരുണ്യത്തിനൊരു എതിരല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതോടുകൂടെ അള്ളാഹു റഹ്മാനും റഹീമുമാണെന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്. നാഫി അസ്മാഉൽ ഹുസ്ന ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപകടങ്ങളെ, പ്രയാസങ്ങളെ പടക്കുന്നവൻ അള്ളാഹുവാണ്, ഉപകാരത്തെ പടക്കുന്നവൻ അള്ളാഹുവാണ്. ഇസ്സത്ത് അൽ മുഇസ് അൽ മുദില്ല്, ആർക്കൊക്കെ പ്രതാപം ലഭിക്കുന്നുണ്ടോ അത് നൽകുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ വലിയ പ്രതാപം കൊടുക്കുന്ന ആളാണ്, എന്നാൽ വലിയ നിന്ദതയും നൽകുന്നവനാണ്. ആടായത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമൊന്നും വേണ്ട, അത് പടച്ചവന് ആടിനെ പടക്കാം. അപ്പോൾ ഒരാൾക്ക് ഉയർച്ച നൽകാനും താഴ്ച നൽകാനും ഭരണാധികാരിക്ക് ഭരണം കൊടുക്കാനും അത് ഒഴിവാക്കാനും ആരുടെയും സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താലും അത് അനീതിയോ അക്രമമോ ആവുകയില്ല. അപ്പോൾ റഹ്മാനാണ്, നാഫിയാണ്. ആർക്കെല്ലാം എന്തെല്ലാം ഉപകാരങ്ങൾ ലഭിച്ചോ അത് മുഴുവനും നൽകിയതും നിലനിർത്തുന്നവനും അള്ളാഹുവാണ്. ആർക്കൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതും നൽകുന്നതും അത് പടക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. മനുഷ്യന് ചിറക് നൽകാത്തത് അള്ളാഹുവാണ്, കോഴിക്ക് ബുദ്ധി കൊടുക്കാത്തത് അള്ളാഹുവാണ്. ഇങ്ങനെ നമുക്ക് വിശാലമായി മനസ്സിലാക്കാം. എത്രയോ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ തന്നെ അൽ ഖാബിദുൽ ബാസിത്ത്, ആർക്കൊക്കെ ഇടുക്കം വരുന്നുണ്ടോ അത് അവനാണ് വരുത്തുന്നത്, ആർക്കൊക്കെ വിശാലത ലഭിക്കുന്നുണ്ടോ അത് അവനാണ് ചെയ്യുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ ഹാപ്പി. ഈ വിശ്വാസത്തിലൂടെ തന്നെ വലിയ സന്തോഷത്തിലാണ് ഏതൊരു മനുഷ്യനുണ്ടാവുക. നിരവധി ഹദീസുകളും ചരിത്രങ്ങളും നമുക്കത് സംബന്ധമായിട്ട് കാണാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധമായൊരു ഹദീസ് തന്നെ നമുക്കറിയാം. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അത്ഭുതം നമ്മോട് പങ്കുവെക്കുക. ഈ വിശ്വാസിയുടെ കാര്യം ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. അജബൻ ലി അംരിൽ മുഅ്മിൻ എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അവന് വല്ല നന്മ ലഭിച്ചാൽ ശഖർ, ഇതിനൊന്നും ഞാൻ അർഹനല്ല, ഞാനിവിടെ ഉണ്ടായത് വരെ എൻ്റെ എന്തെല്ലാം കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് ഫ്രീ ആയി ലഭിച്ചതാണ്, എൻ്റെ അവകാശമല്ല. എന്നിട്ടും പടച്ചവൻ തരികയാണല്ലോ, അതിന് നന്ദിയോടുകൂടെ മാത്രമാണ് അവൻ ഓർക്കുന്നത്, അതിന് നന്ദി ചെയ്യും. ഇനി ലറ ആണ്, പ്രയാസങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളുമാണ് വരുന്നത് എങ്കിൽ
സ്വബർ. പടച്ചവൻ്റെ പേരിൽ അതിന് ഇപ്പോൾ ഒരു പരാതിയില്ല, പടച്ചവനൊക്കെ ചെയ്യാം. നമുക്കറിയില്ലേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അവിടെ ക്ഷമിക്കുന്നവർ ഒരു സ്ത്രീയാണ്. രോഗിയായ തൻ്റെ കുഞ്ഞ് മരിച്ചിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വന്ന സമയത്ത് ചുരുക്കി പറയുകയാണ്. നമുക്കറിയാം ആ സ്ത്രീ എത്രത്തോളം ഇസ്ലാം അവരെ വളർത്തി വലുതാക്കി, ആത്മീയമായി വളർത്തി എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഉമ്മു സലമ ബീവിയാണെന്ന് എൻ്റെ ഓർമ്മ, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു തആല അൻഹ. ചരിത്രം നമുക്കറിയാം. അപ്പോൾ രോഗിയായ കുഞ്ഞ് മരിച്ചിട്ടും ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ അതൊന്നും അറിയാതെ ഭർത്താവിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരുടെ ഒരു ചോദ്യമുണ്ട്. കിടക്കുന്ന സമയത്ത് കിടപ്പറയിൽ ആവശ്യമാകുന്ന കാര്യങ്ങൾ വരെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ ഒരാളൊരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് തന്നാൽ അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? അതിനെന്താ അതിപ്പോൾ ചോദിക്കാൻ? ഉടനെ മഹദി പറയുകയാണ്, എന്നാൽ നമ്മുടെ കയ്യിൽ പടച്ചോൻ തന്ന ഒരു അമാനത്തായി തന്ന നമ്മുടെ കുഞ്ഞിനെ പടച്ചോൻ തന്നെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. വന്ന് കയറിയപ്പോൾ മഹാൻ ചോദിച്ചിരുന്നു, ഭർത്താവ് ചോദിച്ചിരുന്നു, എന്താ കുട്ടിൻ്റെ അവസ്ഥ? അത് മുമ്പുണ്ടായിരുന്നതിനേക്കാളൊക്കെ ഹൈറായൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തോ പദം പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. സുഖമാണ്, സംഭവം ശരിയാണ്. മരണമെന്ന് പറയുന്നതോ ഏത് തരത്തിലും ഈമാനോടുകൂടെ മരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഈമാൻ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കതറനുസരിച്ച് ആളുകൾക്ക് പേടിയും വെപ്രാളം ഉണ്ടാവും. നന്മേ തിന്മേ, ഗുണകരമായതോ ദോഷകരമായതോ രണ്ടാലൊന്നല്ലേ ഇവിടെ സംഭവിക്കുള്ളൂ. രണ്ടും പ്രതിഫലാർഹമാണ്, ഒരു വിഷയമേ അല്ല. നമ്മോട് ഏൽപ്പിച്ച പണി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്ത് മുന്നോട്ട് അങ്ങനെ പോവുക. പടച്ചോൻ എന്താ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അവൻ്റേതാണ്. ഞാനും എൻ്റേതും എൻ്റെ ശരീരവും ഉഭയകക്ഷി സമ്മതം ഉണ്ടായതുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റില്ല. കാരണം 2 പേരും, ആണാവട്ടെ പെണ്ണാവട്ടെ, 2 പേരും അവരുടേതല്ല. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അവൻ്റെ അനുവാദമുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഇസ്ലാമിക വിശ്വാസം. പലരും വിചാരിച്ചത് ഒരാണ് പെണ്ണും അവർക്ക് രണ്ടാൾക്കും എന്തൊക്കെ സമ്മതം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അവർ വിചാരിച്ചത് ആണിൻ്റെ ശരീരം അവൻ്റേതും പെണ്ണിൻ്റെ ശരീരം അവളുടേതുമാണെന്നാ. ശരിയല്ല, രണ്ടും പ്രപഞ്ച സൃഷ്ടാവിൻ്റേതാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഏത് ഭൗതികനും മനസ്സിലാവും ശരിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന്. ഏറ്റവും ചുരുങ്ങിയത് ഒരു പുരുഷൻ്റെ ശരീരം അവൻ്റേതല്ല എന്നെങ്കിലും മനസ്സിലാവും. ആരുടേതെന്ന് തീരുമാനിക്കേണ്ടി വരും. അവനാണോ ഇതിനുണ്ടാക്കിയത്? അവനത് നിയന്ത്രിക്കുന്നത്? ഒരിക്കലുമല്ല. അവൻ്റെ മാതാപിതാക്കളാണോ? മാതാപിതാക്കൾക്ക് എത്രത്തോളം അതിൽ പങ്കുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? സ്വന്തം ഉദരത്തിലൊരു കുഞ്ഞ് ഗർഭം പിടിച്ചിട്ടുണ്ടോ എന്ന് പോലും ആ ഉമ്മ പോലും അറിയുന്നത് മറ്റു അടയാളങ്ങളിലൂടെയും ടെസ്റ്റിലൂടെയും മറ്റൊക്കെയാണ്. പിന്നെ ആ ഉമ്മയാണ് ഗർഭം പിടിപ്പിച്ചതെന്നും ഈ കുഞ്ഞിനെ വളർത്തിയത് എന്നും സ്കാനിങ്ങിലൂടെയും മറ്റൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ എൻ്റേതല്ല. നമ്മുടെ തെങ്ങിലുള്ള തേങ്ങ അത് തെങ്ങിൻ്റേതല്ലാത്തത് കൊണ്ടാണ് തെങ്ങിനോട് സമ്മതം ചോദിച്ചിട്ടല്ല നമ്മൾ തേങ്ങയിടൽ. തേങ്ങയോട് സമ്മതം ചോദിച്ചിട്ടല്ല അത് പൊട്ടിക്കാറുള്ളത്. അതിനൊരു ഉടമയുണ്ടാവും, ഒരു ആചാര്യരുണ്ടാവും, അയാളുടെ സമ്മതം ചോദിക്കൽ. അപ്പോൾ ഈ കണ്ണിൻ്റെ ഉടമ ഞാനല്ല. ഈ കണ്ണിൻ്റെ ഉടമ അനുവദിച്ചതൊക്കെ കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് എന്തൊക്കെ അനുവദിച്ചോ അത് അനുവദനീയമാണ്. അതിലും നെസ്ഖും കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. അതൊക്കെ വേറെ വേറെ ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ്. വല്ലമല്ലം യർലബിൽ ഖാലൽ ഫലാ അലൈഹി ലാഖ്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, തീരുമാനങ്ങൾ തൃപ്തിപ്പെടാത്ത ആൾക്ക് ഇവിടെ ഇടുക്കായിരിക്കും. പടച്ചവൻ എന്ത് തീരുമാനിച്ചാലും അല്ലാഹുവിൻ്റെ തീരുമാനം എന്ന ഭാഗത്തിലൂടെ നമ്മളതിനെ തൃപ്തിപ്പെട്ട് ശീലിച്ചാൽ ഒരു പ്രയാസവും നമുക്കാർക്കും ഉണ്ടാവുകയില്ല. ശാരീരികമായി ഭൗതികമായി പലതും സംഭവിച്ചേക്കാം. അതിനൊന്നും ഇവന് ടെൻഷനില്ല. അതൊക്കെ അതിൻ്റെ ഉടമ അവന് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. എന്നിട്ട് നമ്മോട് ഏൽപ്പിച്ച പണികൾ നമ്മളെന്ത് ചെയ്യുക? ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്കവിടെ പടച്ചവൻ ചെയ്യുന്നതല്ലേ എന്ന് തൃപ്തിപ്പെടുന്നതിന് പകരം നമ്മളോട് അധ്വാനിക്കാൻ കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. അതിൻ്റെ വിശദമായ വശങ്ങളിലേക്കൊന്നും നമുക്കിപ്പോൾ പോകാൻ സാധിക്കുകയില്ല, കഴിയില്ല. വിഷയത്തിൽ നിന്ന് തെന്നുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഈ ഭൗതിക ലോകത്ത് പല വിധത്തിലുള്ള നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും, നമുക്ക് ഗുണകരമല്ലാത്ത പലതും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും എല്ലാവർക്കും സംഭവിക്കും. ഇത് പരീക്ഷണ ലോകമാണ്. അതുകൊണ്ട് തന്നെ പ്രകടമായ വ്യത്യാസം വിശ്വാസികളുടെയും അവിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഖുർആനും ഹദീസും പറയുന്നില്ല. വെള്ളം കയറുകയാണെങ്കിൽ അമ്പലത്തിൽ കയറും, പള്ളിയിലും വെള്ളം കയറും,
മറ്റു പാർട്ടി ഓഫീസുകളിലും കയറും, എവിടെയും കയറും. മഴ പെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മഴ കിട്ടും. അപ്പോഴല്ലേ പരീക്ഷണമാവുള്ളൂ. അല്ലാഹുവിനെ വിശ്വസിക്കുകയും അനുസരിക്കുന്നവർക്കും മാത്രമാണ് മഴ കിട്ടുള്ളൂ. അവരുടെ പള്ളികളിൽ ഒരിക്കലും വെള്ളം കയറൂല. അവർക്ക് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് തീരുള്ളൂ. അവർക്കൊരിക്കലും രോഗം വരില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ പരീക്ഷണമാകുക? ഇവിടുത്തെ ഇത് വളരെ തുച്ഛമായ ചെറിയൊരു ജീവിതമാണ്. ഈ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഹിക്മത്തുകൾക്ക് വേണ്ടി അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു സംഭവമാണ് പരീക്ഷ എന്ന് പറയുന്ന പരീക്ഷണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ നിരവധി ചോദ്യങ്ങൾ. പടച്ചോനെ തിരിയാനാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കാറുള്ളത്. അത് ഇസ്ലാമിക വിശ്വാസമല്ല. അവർക്ക് തന്നെ അറിയാം, എല്ലാം പടച്ചോൻ അറിയുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ എങ്ങനെ പടച്ചോനെ തിരിയാണ് ഇതിന് അർത്ഥം വെക്കുക? ഇത് പടപ്പുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം നടക്കുന്ന ഒരു പരീക്ഷ, ഇപ്പോൾ ഇവിടെ വെച്ചൊരു പരീക്ഷ നടക്കുകയാണ്. ഇതിൽ 1ാം റാങ്കുകാരനായ ആർക്കറിയാം? അത് അവനും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും പരീക്ഷകൾ നടത്തും. അപ്പോൾ പരീക്ഷ നടക്കുന്നത് ആർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, പരീക്ഷ നടക്കുന്ന ആൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ അത് സംഭവ്യവുമല്ല. ഇവിടെ പരീക്ഷ നടത്തുന്നത് അവിടെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരാളും ഞാൻ അങ്ങനെ ഒന്നല്ല, നീ പറഞ്ഞാൽ കേൾക്കാത്ത ആളൊന്നും ആയിരുന്നില്ല, പക്ഷേ നീയാണ് ആൾ അങ്ങനെയാണെന്നും പറഞ്ഞാണ്ട് നരകത്തേക്ക് തള്ളിയതാന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും പറയുക എന്താണ്, അത് ശരിയാണ്, ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല, ഞാൻ നരകത്തിൻ്റെ അവകാശി തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി എന്നെ ഒന്ന് അങ്ങോട്ട് വിടോ, ഇനി ഞാൻ നന്നാകാം, ഇതേ വർത്താനുള്ളൂ. ഒരു ഉദുറും ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട് വന്നു പോയത് എന്ന് പറയാൻ ആർക്കും ഉണ്ടാവില്ല. അപ്പം അതാർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നരകാവകാശിക്ക്, ഞാൻ നരകാവകാശിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വർഗാവകാശികളാണെന്ന് ലോകത്തെ മുഴുവനും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. മഹ്ശറ തന്നെ നമുക്കറിയില്ലേ, അല്ലാഹു മാത്രമേ പ്രപഞ്ചത്തിൽ സൃഷ്ടാവുള്ളൂ, അവൻ മാത്രമാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നൊരു ഒരു സെഷൻ അവിടെ ഉണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം. ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒന്നും പറയാത്ത, ഒന്നും പറഞ്ഞാൽ വേണമെങ്കിൽ ഫലിക്കാത്തതെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ടൈമുണ്ട്. തൊട്ട് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹും തമ്മിലുള്ള അടുപ്പം മാലോകരം മുഴുവനും അറിയിക്കുന്ന ഷഫാഅത്തിൻ്റെ ഒരു ടൈം കൂടി പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് നീ ഇവിടെ നിന്നൊക്കെ പറഞ്ഞത് ശരി തന്നെയായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത്, നീ അതൊന്നും പാലിക്കാത്ത ആൾ ആയിരുന്നു എന്നും മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ ഇതൊക്കെ നടക്കണം. വലിയ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ ദീർഘിപ്പിക്കുന്നില്ല, വലിയ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു ചെയ്യുന്ന എന്തും അവർക്ക് ഇഷ്ടമാണ്, വെറുപ്പില്ല എന്ന് മാത്രമല്ല, നേരത്തെ തൃപ്തിപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. തഅറുഫ് എന്ന് പറയുന്ന ഒരു സംഭവം മഹാന്മാർ പറയുന്നുണ്ട്. അതെന്താണ്? പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആ മഖാമുകളിലേക്ക്, ആ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുള്ളൂ. വലിയ ആസ്വാദനത്തിൽ ജീവിച്ചാൽ എത്തൂല. അപ്പോൾ പനി വന്നാലേ മാത്രമേ നേടൂ, അങ്ങനെയുള്ള ചില തിരിച്ചറിവുകളും സ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തെ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ വസീലയായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ലെങ്കിൽ കിട്ടിയാൽ അതവർ ആസ്വദിച്ച് വാങ്ങും. ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് അള്ളാഹുവിൽ ലയിക്കുക എന്നുള്ള മഅരിഫത്തുല്ലാ എന്നതിനെ കുറിച്ച് പറയും. ഈ ഇഹലോകത്ത് വസിക്കുന്ന സമയത്ത് മനുഷ്യൻ ഏറ്റവും വലിയ സുഖം ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടികളും പറയാനുണ്ടാകാം. പക്ഷേ ഇതെല്ലാം അനുഭവിച്ച മഹാത്മാക്കൾ പറയുന്നത് അതൊന്നുമല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ആസ്വാദനം അത് മനുഷ്യന്മാർക്ക് മിക്ക ആളുകൾക്കും ലഭിക്കുന്നില്ല. അതേതാണ്? മഅരിഫത്തുല്ലാഹിയാണ്. അതേ സ്ഥാനത്ത് ആഖിറത്തിൽ ചെന്നാൽ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് ലിഖാഉല്ലാഹിയാണ്. അപ്പം ഇവിടുന്ന് തന്നെ സ്വർഗീയമായ രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരാണ് ശരിക്ക് പൂർണ്ണ വിശ്വാസികൾ. അവർക്ക് പ്രയാസമല്ല, പടച്ചവൻ എന്താ ചെയ്തോട്ടെ. ഇനിയും ഒരുപാട് ഹിക്മത്തുകൾ നമുക്ക് പറയാൻ പറ്റും. പ്രയാസങ്ങൾ ഇവിടെ വേണമെന്നാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുക. പ്രയാസങ്ങൾ വേണം, എന്നാൽ നമുക്ക് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് എനിക്ക് ഇങ്ങനെയുള്ള അസുഖം ഉണ്ടായതുകൊണ്ടാണ്. ഫലസ്തീനികളെക്കുറിച്ച് വരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നൊരവസ്ഥ, എത്ര ആളുകൾ ഞാനൊരു ഫലസ്തീനിയായി അവിടെ പിടഞ്ഞു മരിച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ഈമാൻ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു പോകുന്ന ആളുകൾ എത്ര മുഅ്മിനീങ്ങളുണ്ടാവും. നമ്മൾ യുദ്ധത്തെ കൊതിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയാണ് ശറയ്യാ നിയമം. പക്ഷെ വന്നാൽ പിന്മാറാനും പാടില്ല, പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അവരൊക്കെ എല്ലാം നമ്മളേതായാലും നാളെ മറ്റന്നാളായിട്ട് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈമാനൊക്കെ ക്ലിയറാക്കി കുളിച്ച് വൃത്തിയായി ആത്മീയമായി ആണ് ഞാൻ ഇസ്തിരിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക, ഒന്ന് മരിച്ചിട്ടെങ്കിൽ. നമ്മൾ വെറുതെ പറയല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വരെ അന്ന് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിലും മറ്റും നമ്മൾ കേട്ട രീതിയിലുള്ള വിശ്വാസത്തിലേക്ക്
ഉറപ്പിച്ച് എടുക്കാൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് വരെ കഴിയും. അതിനൊക്കെ പവറുള്ള സാധനമാണ് നമ്മുടെ കയ്യിലുള്ള ഈമാൻ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന രംഗങ്ങളാണത്. ചെറിയ കുട്ടികൾ മരിക്കുന്നു, എല്ലാവരും മരിക്കാനുള്ളതാണ്. ഈ രീതിയിൽ മരിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയല്ലല്ലോ. ഈ ജീവിതം എന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞു, ദുനിയാവില്ലെങ്കിൽ ആഖിറല്ല. സ്വർഗീയ അനുഭവം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആദ്യം ഒന്നും എന്ത് ചെയ്ത് അതൊന്നുമില്ല. നമുക്ക് തോന്നുന്ന മുഴുവൻ ലഭിക്കുന്ന ഒരു ലോകമല്ലേ സ്വർഗം എന്ന് പറഞ്ഞ്. അവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് എല്ലാ സുഖവും ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു അവകാശവാദം പോലുമില്ല. ഖുർആനൊന്നും പഠിപ്പിക്കുന്നില്ല, ഹദീസും പഠിപ്പിക്കുന്നില്ല. പലവിധ പരീക്ഷകളും വരുമെന്ന വലനബുലുവന്നക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈറും ശർറൊക്കെ ഉണ്ടാവുന്ന പറയണേ. വിശ്വാസിയായതുകൊണ്ട് ഭൗതികമായ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നിവിടെ പറഞ്ഞിട്ടില്ല. വിശ്വാസിയാവുമ്പോൾ ആത്മീയ പ്രയാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താം. അജബല്ലി അംരിൽ മോമിൻ, എന്ത് അതൊന്നും കുഴപ്പമില്ല. പുഴുവരിച്ച് റോഡരികിൽ കിടക്കുന്ന ഒരു ഫഖീറിനെ കണ്ട് മറ്റൊരു മഹാൻ ദുആ ചെയ്ത് കൊടുക്കുക, പടച്ചവൻ ഇയാൾ അസുഖം ഒന്ന് സുഖപ്പെടുത്ത് എന്ന് ചുണ്ടനങ്ങെന്ന് കാണുമ്പോൾ ദുആ ചെയ്യരുത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഞാനിത് ആസ്വദിച്ച് കിടക്കുക. ഇതുകൊണ്ട് എന്തൊക്കെ ലഭിക്കുന്നുണ്ടെന്നറിയാം. മലായിക്കത്തുകളെ മുസാഫഹത്ത് വരെ ലഭിക്കുന്ന തരത്തിലുള്ള ഉയർച്ചയിലേക്ക് പ്രയാസങ്ങളെ കൊണ്ട് ലറായിൽ ക്ഷമിച്ചത് കൊണ്ട് ലഭിക്കുമെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ താറുഫ് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല. അത് ചെറിയൊരു ജീവിതം. നേരെ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന തരത്തിൽ സ്വർഗത്തിലേക്കാണ് പടച്ചിട്ടിരുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്താണ്, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നില്ല. എന്താണ് അത് എല്ലാവർക്കും ഉണ്ട്. ഒന്ന് ശ്വാസം മുട്ടിയിട്ട് വലിക്കാൻ കഴിയാതെ ഒന്ന് കിട്ടിയോക്കണ്ടേ. കാഴ്ച ഇല്ലാത്ത ആളുകൾ ഉണ്ടായതുകൊണ്ട്, കുറച്ചെങ്കിലും കാഴ്ച ഇല്ലാത്ത വസ്തുക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് കാഴ്ചയുടെ മഹത്വം ചെറുതായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ സ്വഭാവം എന്താ? വിദ്യഹ തതബയ്യനുൽ അശിയാവുന്ന ഇരുട്ടും വെളിച്ചം മനസ്സിലാവണമെങ്കിൽ വെളിച്ചം മാത്രം കണ്ടാൽ പോരാ, വെളിച്ചം ഇല്ലാതിരിക്കുന്നൊരവസ്ഥ കൂടി കാണണം, ഇരുട്ട് കാണണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമുക്ക് സ്വർഗീയ അനുഭൂതി, ഇതൊക്കെ ഒരു സുഖമാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ വരെ മുഅ്മിനാണെങ്കിൽ പോലും കുറച്ചു കാലം ദുനിയാവിലൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ പലതും കിട്ടാതെ ജീവിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തിരിയൂല. മനുഷ്യനെ പടച്ചവൻ അങ്ങനെ പടച്ചത്, അങ്ങനെ അല്ലാതെയും പടക്കാം. അതിനെക്കുറിച്ചല്ല നമ്മളിപ്പോഴത്തെ ചർച്ച. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ അവിശ്വാസികൾ ഉണ്ടാവണം, നരകം ഉണ്ടാവണം, അപ്പോഴേ സ്വർഗം ഉണ്ടാവുള്ളൂ. എന്നിട്ടും പടച്ചവൻ എന്ത് ചെയ്തു? അവൻ അനുസരിക്കാത്തവർക്ക് മാത്രമാണ് നരകം നീക്കി വെച്ചത് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാം. എല്ലാവരും പിടിച്ച് നരകത്ത് കിട്ടക്കല്ല. വേണമെങ്കിൽ ദുനിയാവിൽ കുറേ കാലം ജീവിപ്പിച്ച് പിന്നെ കുറച്ചാലും നരകത്തിൽ വിട്ടിട്ട് ഒന്നും കൂടെ എന്നിട്ട് സ്വർഗത്ത് കടത്തുമ്പോൾ നമുക്കൊന്നുകൂടെ അനുഭവിക്കാൻ അറിയും. ഇത് നരകം കാണാനും നരകത്തിലൂടെ എല്ലാവരും പോകുന്നുണ്ട്. വമാ മിൻകും ഇല്ലാ വാരിദുഹ. അതൊരു അന്തിമ തീർപ്പാണ്. ശേഷം പറയുന്നുണ്ട്, ഒരൊറ്റ കുട്ടി പോലും നരകത്തിൻ്റെ ചൂട് അതിനെ കാണുകയോ ചെറുതായിട്ടെങ്കിലും അനുഭവിക്കുകയോ ചെയ്യാതെ ഒരാളുമില്ല. അതിനൊക്കെ പല കാരണങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പിന്നെ സ്വർഗത്തേക്ക്, അപ്പോഴാണ് അതിൻ്റെ വിലയും വലുപ്പം അറിയുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഹിക്മത്തുകൾ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പിടുത്തം എന്ന് പറയും. നമ്മൾ പറയും ആദ്യം പറഞ്ഞ 1-2 തത്വങ്ങളാണ്. അത് പൊട്ടൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിടാം. ആദ്യം പിടിച്ചിട്ട് പൊട്ടി വീഴുക എന്നുള്ള സംഭവം ഉണ്ടാവില്ല. ആ ആദർശം പൊട്ടൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം, പിടിവിടാം. പിടിച്ചവർക്ക് വിടാം, പിടിക്കാത്തവർക്ക് ഇനിയും പിടിക്കാം. ആദ്യം പറഞ്ഞ തത്വങ്ങൾ. അതേ സ്ഥാനത്ത് ഇതൊക്കെ ഹിക്മത്തുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗമായിരുന്നുവെങ്കിൽ നമുക്ക് വേണ്ട പോലെ സ്വർഗം ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇങ്ങനെ അതിൻ്റെ ഹിക്മത്തുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ കുറഞ്ഞൊരു ജീവിതത്തിൻ്റെ എത്രത്തോളം കുറവാണെന്ന് മനസ്സിലാക്കാൻ നേരത്തെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതുപോലെ ഒരു അനന്തമായ ഒരു നൂല്, വെറുതെ ഉദാഹരണത്തിന് ഞാൻ പറയാം. മറ്റൊന്ന് ഒരു കോടി മീറ്റർ നീളമുള്ള മറ്റൊരു നൂല്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയും 60 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ നീളമുള്ള ഒരു നൂല്, ഒരു കയറ്. മറ്റത് അനന്തമായ നീളമുള്ള മറ്റൊരു നൂല്. ഈ 100 മീറ്റർ നീളമുള്ള നൂല്, ആ അനന്തമായ നൂലിൻ്റെ എത്ര ശതമാനം? പകുതിയുണ്ടോ? 50% ഉണ്ടോ? 20% ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അള്ളാഹു നല്ല ഉയർച്ച നൽകട്ടെ. ഇവൻ പോലും പറയുന്നു, ആനന്ദമായ നൂലിൻ്റെ പകുതിയുണ്ടോ മോനെ ഈ 100 മീറ്ററുള്ള നൂല്? കാലുണ്ടോ? 1% ഉണ്ടോ? എത്ര ശതമാനം?
പറയാൻ സാധിക്കൂല. ഇതാണ് ദുനിയാവും ആഖിറവും. 100 വർഷം വരെ നമ്മൾ ജീവിച്ചാൽ പോലും ഇവിടെ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വിശ്വാസിക്ക് അത് സാധിക്കും. എന്നിട്ട് നമ്മളെ പറഞ്ഞ പണി നമ്മളെടുക്കുക. നമുക്ക് സ്വാതന്ത്ര്യം വിട്ട് തന്ന് ഇന്നത് ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞത് നമുക്ക് നൽകിയ ഒരു ഏരിയ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ പറന്നു പോയാൽ മനുഷ്യൻ എവിടെ എത്തുക എന്ന് പറയാൻ പറ്റില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്രയും വലിയ ഉയർച്ചയിലേക്ക് കയറാൻ പറ്റുന്ന പരുവത്തിലാണ്, ഏറ്റവും മികച്ച നിർമ്മാണം രീതിയിലാണ് മനുഷ്യനെ പടച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തഖ്വീം എങ്ങനെയാണോ ആവേണ്ടത് അതേ രീതിയിൽ ചൊവ്വാക്കിയാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്. പക്ഷേ സുമ്മ റദദിനാഹു അസ്ഫല സാഫിലിൻ, അവൻ തന്നെ കാരണമായി മനുഷ്യവംശം തന്നെ മൊത്തം താഴെ തട്ടിലേക്ക് കൂപ്പുകുത്തുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ വെച്ച് അവർക്കിതില്ല. അപ്പോൾ അവർ കുറഞ്ഞ ന്യൂനപക്ഷമാണ്. മൊത്തം എന്ന് പറയുന്ന പോലെ ഈ ഇത്രയും നിലവാരമുള്ള വിലപിടിപ്പുള്ള വസ്തുവിനെ വളരെ താഴോട്ട് കൂപ്പുകുത്തിക്കുകയാണ്. അതിനുള്ള കാരണം മനുഷ്യൻ ചെയ്യുകയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്ത ആളുകളെ മാറ്റി നിർത്തണം കേട്ടോ. അവർക്കോ ഫലഹും അജുറുൻ ഗൈറു മംനുൻ, തടയപ്പെടാത്ത മുറിയാത്ത പ്രതിഫലം അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലാണെങ്കിലും അവർക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മൾ എത്രത്തോളം വിശ്വാസിയാകുന്നുണ്ടോ, എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ തോതനുസരിച്ച് ഇവിടെ ആസ്വദിക്കാൻ കഴിയും. ഒരു വക്ത് ളുഹ്ർ നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ചെറിയൊരു ആത്മീയതയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാവില്ലേ? ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് അബദ്ധൻ എന്നൊന്നും സന്തോഷിക്കാനുള്ള വകുപ്പാണ്. ഒരു ഇബാദത്ത് ചെയ്തതിൻ്റെ പേരിൽ ഒരു വിശ്വാസം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ദുനിയാവിലും ദുഃഖിക്കില്ല, ആഖിറത്തിലും ദുഃഖിക്കേണ്ടി വരികയുമില്ല. അതേ സ്ഥാനത്ത് ഒരു സെക്കൻഡിലെ മാസിയത്ത് എന്ന് പറയുന്നത് അത് അബദ്ധൻ എന്നൊന്നും നമുക്കതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. അതിൻ്റെ സമയനഷ്ടം വന്നു, അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. അപ്പോൾ ഇവിടെ ഒരു സംഭവമല്ല. അപ്പോൾ വിശ്വാസികളും അവിശ്വാസികളുമായ 2 തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യരെ പടച്ചു എന്നുള്ളത്, പടച്ചോൻ ചെയ്തു എന്നുള്ളത് നമുക്ക് യാതൊരു പരാതിയില്ല. വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല, അത് പടച്ചോനെ ഓൻ ചെയ്തൂടെ? ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ സ്വർഗം വേണം, നരകവും വേണം, വിശ്വാസി വേണം, യുക്തിവാദി വേണം. യുക്തിവാദിയൊക്കെ ഉണ്ടായതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പടച്ചോൻ എന്താ ചെയ്തൂടെ എന്ന ഹൈത്യത്തിലൂടെ നമുക്കൊക്കെ പണി കിട്ടിയില്ലേ? ഒരുപാട് പഠിക്കാൻ അവസരം കിട്ടിയില്ലേ? അതിനൊക്കെ കാരണക്കാരവരല്ലേ? പക്ഷെ ആരും അങ്ങനെ ആവരുത് എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അതും പലർക്കും അറിയില്ല. അതും നമ്മുടെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം. ഇപ്പോൾ പടച്ചവനിപ്പോൾ ഇവിടെ എല്ലാവരും വിശ്വാസിയാകണമെന്ന് വിചാരിച്ച് ലക്ഷക്കണക്കിന് അമ്പിയാക്കളൊക്കെ പറഞ്ഞു വെച്ചിട്ട് എത്ര ആൾ അവിടെ വിശ്വാസിയായതെന്നാണ്. അപ്പോൾ പടച്ചവൻ്റെ വിചാരം എന്താണ്, അവൻ്റെ താല്പര്യം എന്താണ്, അവൻ ഉദ്ദേശിച്ചത് എന്താണ്, എല്ലാവരും വിശ്വാസിയാവണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇസ്ലാമിക വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം എന്ന് പറഞ്ഞ് നമ്മുടെ മേലിൽ നമുക്കില്ലാത്ത വിശ്വാസം പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ ആരാ വിശ്വാസിയായത് എന്നിവിടെ ചോദിക്കാം. നമുക്കാദ്യം ആ വിശ്വാസം തന്നെ ഇല്ല. എല്ലാവരും വിശ്വാസിയാകണമെന്ന കൽപ്പന അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതേ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താ? ഇവിടെ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് അള്ളാഹു തീരുമാനിച്ചത് എന്നാണ് ഞങ്ങളെ വിശ്വാസം. നിങ്ങൾക്ക് അറിയൂലേ? അപ്പം എന്തിനത് രണ്ടും കൂടി ഒരു സമയത്ത് നിങ്ങളത് മറന്നു കളയുന്നത്? എല്ലാവരും വിശ്വാസിയാകണമെന്ന കൽപ്പന ഉണ്ട്. എന്നിട്ട് അതിൽ അനുസരിച്ചവരും അനുസരിക്കാത്തവരും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് എന്തുണ്ടാകുന്നത്? 2 വിഭാഗമുണ്ടാകുന്നത്. മലായിക്കത്ത് കണ്ടില്ലേ? ഞാൻ നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ മാത്രമേ ഉണ്ടാകൂ എന്ന തരത്തിൽ പടച്ചു, അവർ അതന്നെ ഉണ്ടാവുള്ളൂ. പിശാചുക്കളെ കണ്ടില്ല, തിന്മ മാത്രമേ ഉണ്ടാവും, അങ്ങനെ തന്നെ വരുന്നുള്ളൂ. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചു, അത് കിട്ടി, അൽഹംദുലില്ലാ. നമുക്ക് പണിയെടുത്തതിന് കൂലിട്ടിയമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവും. അതൊരു വേറെ രസമല്ലേ? പണിയെടുക്കാതെ കിട്ടലും. പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും പടച്ചവൻ തന്നെ ചെയ്തു തരുന്നത്. എന്നാലും നമ്മുടെ പറമ്പിലേക്ക്, നമ്മുടെ പറമ്പിൻ്റെ ഉടമയായ രാജ്യം വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂലിക്കാരനും എൻ്റെ സമയം അദ്ദേഹത്തിന് കൊടുത്ത ഒരു തൊഴിലാളി അദ്ദേഹത്തിൻ്റെ തന്നെ തെങ്ങുമ്മ കയറിയിട്ടൊരു ഇളനീരിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാവില്ലേ? അത്ര ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ. പക്ഷെ എന്നാലും പടച്ചവൻ തന്നെ നിങ്ങൾക്ക് അങ്ങനെ വെറുതെയുണ്ടാവും, അതിന് പരിഹാരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തോളി എന്ന് പറഞ്ഞ് തന്ന സമ്മാനങ്ങളാണ് ഇബാദത്തുകൾ. അതിൻ്റെ ഒന്നും ആവശ്യം പടച്ചവനില്ല. പടച്ചവനൊന്നും ആവശ്യമില്ല നമ്മുടെ ഇബാദത്തിൻ്റെ ആവശ്യം. നമ്മുടെ ഇബാദത്ത് നമുക്ക് ആവശ്യം. നമ്മൾ ഭക്ഷണം കഴിക്കണമെന്തിനാ? പടച്ചവൻ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടില്ലേ? എന്താ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിയിരുന്ന് ഇങ്ങനെ ഭയങ്കര രസം കിട്ടിയിട്ടാ? അതല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഉപകാരം നമുക്കാണ്, വിഷം കഴിച്ചതുകൊണ്ടുള്ള ഉപദ്രവം നമുക്കാണ്. വിശ്വാസിയായതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് മാത്രമാണ്, അവിശ്വാസിയായാൽ അതിൻ്റെ ഉപദ്രവവും നമുക്ക് മാത്രമാണ്. അല്ല, പടച്ചവൻ അതിലൊന്നുമില്ല, ഒരു രസമല്ല. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. നമുക്ക് പക്ഷേ സ്വാതന്ത്ര്യം നൽകാമെന്നാണ് പടച്ചവൻ തീരുമാനിച്ചു. പടച്ചവൻ എന്തും തീരുമാനിച്ചൂടെ? പ്രകൃതി നിയമങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമല്ല, അതിന് വിധേയപ്പെട്ടിട്ടേ കാര്യമുള്ളൂ.
എന്നാൽ മതനിയമങ്ങളും പാരത്രിക ലോകത്തെ പ്രകൃതി നിയമങ്ങളാണ്. അവിടെ പുറത്തേക്ക് ചാടുന്ന നിയമങ്ങളാണ്. അതിന് ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അതിന് വിധേയപ്പെട്ടാൽ അതിനനുസരിച്ച് ഉപകാരം കിട്ടും. ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അതിനെ ചോദ്യം ചെയ്ത് അതിനനുസരിക്കാതിരുന്നാലോ പിന്നെ വിഷം കുടിച്ചോടൊന്നും മരിക്കാനൊന്നും പാടില്ല. അവിടെ ഭൂമിയുള്ളത് മുഴുവനും നമുക്ക് ഉപകാരം വേണം എന്നും പറഞ്ഞ ഒരാൾ വിഷം കഴിച്ചാൽ അയാൾക്ക് ചത്തു പോകാമെന്നല്ലാതെ എന്താ? ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. അതാണ് പ്രാർത്ഥനകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സമയം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തിനാന്നാ പിന്നെ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ചോദ്യമുണ്ട്. അത് തന്നെ തെറ്റാ. അപകടം വരുത്തുന്നത് പടച്ചവനാണെങ്കിൽ പിന്നെ ഓനോടനെ എന്താ ചോദിക്കുന്നത്? അപ്പോൾ അപകടം വരുത്തുന്നതോടല്ലേ ചോദിക്കേണ്ടത്? അത് വേറെ നമ്മളിപ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കാല് കീക്കാൻ കൂടി പടി കൂടുന്ന പറഞ്ഞാൽ പിടിച്ചു കൊടുക്കുക. എടാ ഒന്ന് രക്ഷിക്കുന്ന ഓനോടനല്ലേ ചോദിക്കേണ്ടത്? അല്ലെ വേറെ ആളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്ത് ചോദ്യം അതൊക്കെ? ഒരു അപകടത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന സമയത്ത് വിശ്വാസി അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപകടപ്പെടുത്തിയത് ആരല്ലേ? പടച്ചവൻ തന്നെ അല്ലേ എന്നുള്ള ചോദ്യം യുക്തിവാദികൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വിശ്വാസക്കോൽക്ക് അറിയാം. പക്ഷേ ചില സമയത്ത് ചിലത് മാത്രം എടുത്തുകൊണ്ട് ചോദിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് ചിന്തിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അപകടത്തിൽപ്പെടുത്തിയത് പടച്ചവനല്ലേ? ആണ്. അത് തുടരുന്നതും പടച്ചവനാണ്. ഇനിയും തുടരാനുള്ള അധികാരം അവനുണ്ട്. അവനെന്നെ രക്ഷിക്കാനും അധികാരമുള്ളൂ. വേറെ ആർക്കും ഇത് തടയാനും കഴിയില്ല. പിന്നെ ആരോട് ചോദിക്കേണ്ടത്? എന്ത് ചോദ്യം അതൊക്കെ? എല്ലാ ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ. നമ്മുടെ അഖീദയിൽ എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുന്ന ഒരു വിശ്വാസം നമ്മൾ 41ാമത്തെ സിഫത്തായി പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. എന്ത് മുംകിനായ സംഭവ്യമായ ഏതൊരു കാര്യവും അവന് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാമെന്ന വിശ്വാസം നമ്മളുടെ വിശ്വാസത്തിലുണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം ഒട്ടുമിക്ക ചോദ്യങ്ങളും മുഴുവൻ ഇതിലേക്ക് മടക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ആ ഉസൂൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് എൻ്റെ സമയം അവസാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മളോട് ഏൽപ്പിച്ച പണി, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ സംഭവമാണ്. നമുക്ക് സ്വാതന്ത്ര്യം നൽകുക. സ്വാതന്ത്ര്യം നൽകിയിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം, നമുക്കതിന് ശ്രമിക്കാം. പക്ഷേ പടക്കുന്നത് പടച്ചവനാണ്. ഇതാണ് അതിൻ്റെ മറുപടിയുടെ ചുരുക്കം. എല്ലാം പടക്കുന്ന അല്ലാഹു തന്നെയാണ്. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള, അപ്പോൾ സ്വാതന്ത്ര്യം നൽകിയതും പടച്ചവനാണ്. ആ സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്ത് ചെയ്ത് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം, അതിന് ശ്രമിക്കാം എന്നൊക്കെ പറയും. കസ്ബ് എന്നൊക്കെ പറയും. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിസ്കാരം, ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ശരീരത്തിൽ പടക്കുന്നത് പടച്ചവനാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ഈ എൻ്റെ സംസാരത്തെ പടക്കുന്നത് പടച്ചവനാണ്. എനിക്ക് ഒരുപാട് ഭൗതികമായ നഖലിയായിട്ടും അഖലിയായിട്ടും ബുദ്ധിപരമായൊക്കെ തെളിവുകൾ പറയാൻ പറ്റും. അതിൻ്റെ മേൽ വരുന്ന ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റും. അവർ ചുരുക്കം എന്താണ്, എന്താ വേണ്ട ചേച്ചി പറഞ്ഞോ, ഞാൻ പഠിച്ചുതരാം. നമ്മൾ നല്ലത് വേണമെന്ന് പറഞ്ഞാൽ പടച്ചോ നല്ലത് പഠിച്ചുതരും. നമുക്ക് ചീത്തയാണെങ്കിൽ ആവശ്യമെങ്കിൽ അതും പഠിച്ചുതരും. ഇത് പരീക്ഷണ ലോകമാണ്, നന്മ മാത്രമേ ഞാൻ പഠിച്ചുതരൂ എന്ന് പറയുമ്പോൾ എന്ത് നടക്കൂല. നമുക്കെന്താ തീരുമാനിക്കാം. ഏതാ നന്മ എന്ന് പറഞ്ഞുതരും, ഏതാ തിന്മ എന്ന് പറഞ്ഞുതരും. എന്ത് വേണം നിനക്ക് സെലക്ട് ചെയ്താൽ, നീ സെലക്ട് ചെയ്താൽ നമ്മളത് പടക്കും. അതിൻ്റെ ഉത്തരവാദി നീ ആയിരിക്കും. ഒരാൾ പറയുകയാണ് ഞാനല്ല കൊന്നത്, ഞാൻ വിഷം കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? വിഷാ കൊന്നത്. ആ വിഷത്തിൻ്റെ സ്വഭാവം നിയമമല്ല, അത് വാറ്റി ചെന്നാൽ അത് കൊല്ലും. അപ്പോൾ അതിന് കൊടുത്താൽ അത് കൊടുക്കും ചെയ്യുക, കൊടുക്കാതിരിക്കും ചെയ്യുക. അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഞാൻ അവൻ്റെ കഴുത്തെറുത്തിട്ടുള്ളൂ, ആത്മാവ് കൊണ്ട് ചെയ്ത് അസ്രായിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അസ്രായിലിന് എന്താ നിയമം? ആര് കരുത്തെടുത്താലും കൊണ്ടേക്കോന്നാണ്. അത് അനുവദിക്കാൻ പടച്ചവന് അധികാരവുമുണ്ടെങ്കിൽ അസ്രായി പറഞ്ഞു കേൾക്കാനല്ലേ പറ്റുള്ളൂ. ആ ഉത്തരവാദി ആരനെ? കഴുത്തറുത്തവനെ. ഇവന് കഴുത്തറുക്കാനും അറുക്കാതിരിക്കാനും എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യാമായിരുന്നു. അതിലൂടെ ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഇജ്മാലിയായിട്ട് ചുരുക്കി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു.